ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇന്നലെ വ്യാഴാഴ്ച ആയിട്ട് നമ്മുടെ ഗെയിമിൽ കൊണാമി പുതിയൊരു പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇറ്റാലി ഗാർഡിയൻസ് എന്ന പേരിലാണ് ആ പാക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ആ പാക്കിൻ്റെ ഒരു പാക്ക് ഓപ്പണിംഗ് ആണ്. സോ ഇന്ന് നമ്മൾ പാക്ക് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സ്പാർട്ടൻസത്തെ അഫാദിൻ്റെ ആണ് കേട്ടോ. സോ അഫാദ് ബ്രോഡ് അക്കൗണ്ട് ആണ്. ഇപ്പോൾ മൂപ്പരിൽ ഇപ്പോൾ കറൻറ്റ്ലി 5700 കോയിൻ ഉണ്ട്. ഓൾറെഡി ആളൊരു ട്രൈ എടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിലുള്ള ടാർഗറ്റ് പറയാൻ നെക്സ്റ്റ് സിദോർഫാണ് കേട്ടോ ഈ പാക്കിൽ. അപ്പോൾ ഇന്നലെ നമുക്ക് ലൈവും കാര്യങ്ങളൊന്നും വരാൻ പറ്റിയില്ല. ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ കണ്ടന്റ് ചെയ്യാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറേ പേരൊക്കെ മെസ്സേജ് ചോദിച്ചാൽ എന്താ കണ്ടന്റ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ അതായിരുന്നു വിഷയം. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളെന്തായാലും പാക്ക് ഓപ്പണിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഈ വീഡിയോ കാണാം നിങ്ങൾ മിക്കവാറും. ഓക്കെ, സോ അപ്പോൾ ആൾക്ക് ഇതിൽ വേണ്ടത് ആരെ വെച്ച് കഴിഞ്ഞാൽ സിദോർഫ് നെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നെസ്റ്റ് ഓൾറെഡി ഉണ്ട്. നമ്മുടെ ഇച്ചിരി നെസ്റ്റ് കിടക്കുന്നുണ്ട്. എൻ്റെ കയ്യിലൊക്കെ ഉണ്ട് നെസ്റ്റ് ഉണ്ടല്ലോ. സോ അത് കിടക്കുന്നുണ്ട്. പിന്നെ ആൾക്ക് വേണ്ടത് ഇതിൽ സിദോർഫാണ്. അപ്പോൾ ഞാൻ ഈ പാക്കുകൾ എന്താ കറക്കാത്ത വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി നമ്മുടെ കയ്യിൽ നെസ്റ്റും ഉണ്ട് സിദോർഫും ഉണ്ട്. അപ്പോൾ എന്തിനാ വെറുതെ വള്ളി മേടിച്ചേക്കാണ് ഞാൻ ഈ സിനിച്ചയ്ക്ക് പോയിട്ട്. അപ്പോൾ അത് ഞാൻ കറക്കണില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ അത് കറക്കണില്ല കേട്ടോ, അത്രേ ഉള്ളൂ. വേറെ റീസൺ ഒന്നുമില്ല കറക്കാത്തതിൻ്റെ. അപ്പോൾ നിങ്ങൾ ഈ പാക്ക് കറക്കിയിട്ടുണ്ടോ ഇല്ലയെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തിട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് നമുക്ക് അഫാദ് ബ്രോക്ക് നമ്മുടെ സിദോർഫിന് നെസ്റ്റേനും എടുത്തു കൊടുക്കാൻ പറ്റുമോയെന്ന്. അപ്പോൾ എടുത്തു കൊടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഓക്കെ, അപ്പോൾ നെസ്റ്റ ഡിസ്ട്രോയറാണ്, യങ് കാർഡാണ്, അതാണ് മെയിനായിട്ടോ. അപ്പോൾ മറ്റേ നെസ്റ്റ ഒരു 26 വയസ്സോ 28 വയസ്സുള്ളതാണ്. ഇത് പക്ഷേ 21 ലാസ്റ്റ് ഒരു കരിയർ ആരംഭിച്ചിട്ടുള്ള നമ്മുടെ നെസ്റ്റ കേട്ടോ. അപ്പോൾ അലക്സാൻഡ്രോ നെസ്റ്റ അറിയാലോ, നമുക്ക് ഇറ്റലിയുടെ ഒക്കെ വേൾഡ് കപ്പ് ചാമ്പ്യൻ ആണ്. അപ്പോൾ ഇത് കാർഡ് വന്നിരിക്കുന്നത് 97 98 കേട്ടോ. ലാസ്റ്റ് ഡിസ്ട്രോയർ ആണ്, കിഡലിനാണ്. അവളുടെ സ്കില്ല് ഏതായിരുന്നു? അയ്യോ ഞാൻ സ്കില്ല് നോക്കിയില്ലടാ. സ്കില്ല് വന്നിരിക്കുന്നത് ലോങ് റീഡ് ടാക്കിൾ പ്ലസ് ഏരിയൽ ഫോർട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ സിദോർഫ് വന്നിരിക്കുന്നത് ലോങ് റീഡ് ടാക്കിൾ പ്ലസ് ഫിനോൽ പാസ് ആണ്. സിദോർഫ് കിഡലിലെ മിഡ്ഫീൽഡറാണ്. ഞാനൊക്കെ കളിപ്പിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ, കിഡലിനായിട്ടാണ് കളിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിനിറ്റി വന്നിരിക്കുന്നത് പോസ്റ്റേഴ്സ് പ്ലസ് ഫിനോൽ പാസ് കേട്ടോ. അപ്പോൾ 3 പേരും കിട്ടുവാണ്. ഇനിയിപ്പോൾ സിദോർഫ് എന്ന പ്ലേ സ്റ്റൈൽ പറയുന്നത് ബോക്സ് ടു ബോക്സ് ആണ് കേട്ടോ. അത്യാവശ്യം കിടലം ബോക്സ് ബോക്സ് ആണല്ലോ. മറ്റേ കാർഡും ബോക്സ് ബോക്സ് ആണ്. ഇതൊന്നുകൂടി എങ്ങാണ്. പിന്നെ അതാണ് പറയാനുള്ളത്. എങ്ങല്ല, ഏകദേശം ഒരേ പ്രായം പറയാം. പിന്നെ സെനിറ്റി 36 വയസ്സ്, നല്ല ഏജ്ഡ് കാർഡാണ് കേട്ടോ ഇത്. അപ്പോൾ മൂപ്പര് 2009-10 ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ആളാണ്. അറ്റാക്കിംഗ് ഫുൾ ബാക്കാണ്, 2 വിങ്ങും കളിക്കും, പിന്നെ മിഡ്ഫീൽഡും കളിക്കും. അതാണ് ആളുടെ ഇത് കേട്ടോ. CMF-ഉം DMF-ഉം കളിക്കും. അപ്പോൾ ടോപ്പ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കുക ഗൈസ് കിട്ടൂല്ലേന്ന്. മെയിൻ ടാർഗറ്റ് പറഞ്ഞ പോലെ നെസ്റ്റീം വിത്ത് സിദോർഫ് കേട്ടോ. അപ്പോൾ പ്രാർത്ഥിക്കട്ടെ. എൻ്റെ അക്കൗണ്ടല്ല കൊണാമി, ഇത് നമ്മുടെ അഫാദ് ബ്രോഡാണ്. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടി എത്രയും നല്ലത്. സോ ഫസ്റ്റ് ട്രൈ കൊടുക്കാൻ പോവാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. പെടച്ചുണ്ട്. ഫീച്ചേഡ് മാറി കത്തിയാൽ മതിയായിരുന്നു. ഫീച്ചേഡ് റോമയുടെ പ്ലെയറാണ് ഗൈസ്. ഫീച്ചേഡ് കാർഡാണ് കേട്ടോ ഫസ്റ്റ് ടൈമിന് കിട്ടിയിരിക്കണേ. ഓക്കെ, ഇതാരാണ്? റനേഷോ പേര് ഞാൻ വായിക്കണമെന്ന് നോക്കണ്ട, സംഭവം നമുക്ക് മനസ്സിലായില്ലേ മതിക്ക്. ഡിയൻ. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഒരു ബേസാണ്, ബേസ് വെച്ചതിനല്ല ഒരു ഫീച്ചേഡ് കാർഡാണ് കിട്ടിയിരിക്കണേ. അപ്പോൾ ഓൾറെഡി ആളൊരു ട്രൈ കൊടുത്താണ്. അപ്പോൾ നമുക്ക് വേണ്ടാത്ത കാർഡിനെ ആദ്യം തൊടാം. ഓക്കെ, 3 വട്ടം തൊടാം വേണ്ടാത്ത കാർഡ്. കാരണം ഈ വേണ്ടാത്ത കാർഡ് തൊട്ട് കഴിഞ്ഞാൽ കൊണാമി പെട്ടെന്ന് തരാൻ ചാൻസ് ഉണ്ട്. ബാക്കി അത് തരാണ്ട് അവിടെ വെച്ചോളൂ. അപ്പോൾ ഇങ്ങോട്ട് പോവാം. എന്നിട്ട് നമുക്ക് ഒരു ഫേക്ക് ഇടാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് 900 അഗെയിൻ. ദിസ് ടൈം കിട്ടും. യെസ്. അങ്ങനെ എപ്പിക്ക് അടിച്ചിരിക്കുകയാണ് ഗൈസ്. CB ആൻഡ് ഇറ്റ്സ് നെക്സ്റ്റ് ആയിരിക്കും എന്തായാലും, ഉറപ്പാണ്. CB ആണ്. എടാ അയ്യോ, ഇവിടെ നിന്നാ CB, അവിടെ വന്നതിന് CB തന്നെ ആവൂലേ? ഇവിടെ നിന്ന് CB ആയി അവിടെ നിന്ന് CB ആവണ്ടല്ലേ? എൻ്റെ കൈവട്ട തരിച്ച ആ സാധനം വന്നപ്പോൾ അതാണ് ഞാൻ ഇതായി. സിദോർഫാണ് ഗൈസ്, കുഴപ്പമില്ല. ടാർഗറ്റാണ് കിട്ടിയിരിക്കുന്നത്. സിദോർഫാണ്. ഓക്കെ, സോ സിദോർഫിനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുടിയനാണ് ബാക്കിൽ വെണ്ണമൊക്കെ കിട്ടിയിട്ടുള്ളത്. എന്തായാലും സാധനം കിട്ടിയിട്ടുണ്ട്. സോ സിദോർഫിനെ കിട്ടിയിട്ടുണ്ട്, ഒരു ടാർഗറ്റിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ലെക്ക് ഉണ്ട്, ഭാഗ്യമുണ്ട്. ഇനി ഈ ലെക്ക് നമുക്ക് തുടർന്ന് പോകണം. ഞാനിവിടെ IPL കണ്ടിട്ടോ, അതിൻ്റെ അതാണ് അങ്ങോട്ട് നോക്കരുത്. കൊൽക്കത്ത സൺറൈസേഴ്സും 4 കിട്ടു, അടിപൊളി. അപ്പോൾ ഒരു ടാർഗറ്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ട്രിക്ക് തന്നെ വീണ്ടും ട്രിക്ക് കഴിഞ്ഞാൽ അത് കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം എനിക്കറിയാലോ കൊണാമി അല്ലേ, പിന്നെ കോഴി എപ്പോഴും ചക്കര കുത്തില്ല, അതാണ് എനിക്ക് പറയാനുള്ളൂ. വേറെ കാര്യം അപ്പോൾ ഇനി നെസ്റ്റ ആണ് കേട്ടോ ടാർഗറ്റ്. നെസ്റ്റ സോ കൊടുക്കട്ടോ, വെറുതെ സമയം കളയണ്ടേ, അല്ലാണ്ട് എന്താ.
ഓ CMF ആടാ ശേ. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ടാർഗറ്റിന് കിട്ടിയില്ല. ഇറ്റ്സ് എ ബേസ് കാർഡാണ്. ഓക്കെ, ഫീച്ചേർഡ് പോലെ അല്ല തോന്നുന്നുണ്ട്. ബറേല, നിക്കോളോ ബറേല. ഓക്കെ, ഫ്രം ഇന്റർ മിലാൻ, ഇറ്റലി. വീണ്ടും വേൾഡ് കപ്പിന് കിട്ടിയില്ല. ഒന്നും പറയണ്ട, വരെ പറഞ്ഞിട്ട് കാര്യമില്ല. സിനി നമുക്ക് ഒരു 3-4 ട്രൈ എടുക്കാനുണ്ടാവും കേട്ടോ. നമുക്ക് അതിന് തന്നെ പോയിട്ട് കിട്ടിയ പ്ലെയർ വിട്ടോ നമുക്ക്. സിദോർഫ്. ഇനി നമുക്ക് പുറത്ത് പോയിട്ട് കിട്ടാത്ത പ്ലേയേഴ്സിനെ മൂന്നിട്ടുണ്ട്. സിദോർഫ് അല്ല, നെസ്റ്റ. സെനിറ്റി. ഈ ശരിയാവില്ല, ഇടത് നമുക്ക് ശരിയാവില്ല. നമുക്ക് ഡയറക്റ്റ് കൊടുക്കുക. ഈ മൂക്കൊണ്ടുള്ള പരിപാടി നമ്മൾ കിടക്കില്ല. ഓക്കെ എടാ, അത് ഉള്ളിലെന്തോ പെട്ടെന്ന് കത്തിപ്പോയില്ലോ. അതെന്താ ഉള്ളിൽ പെട്ടെന്ന് എന്തോ ഒരു സാധനം കത്തിപ്പോയി? തോന്നിയതാണോ നീ? മിക്ടോമിനെ നമ്മുടെ മാട്രിമോണി. ഓക്കെ, മിക്ടോമിനെ നമ്മൾ മാട്രിമോണി എന്ന് വിളിക്കുക. എങ്ങനെ കിട്ടിയിരിക്കണേ. പക്ഷേ വീണ്ടും ഒരു കുളിസമായ പരിപാടിയാണ് കൊണാമിയുടെ നിന്ന് വന്നത് കേട്ടോ. സിനിമക്ക് അടുത്ത ട്രൈ കൊടുക്കാം. നെസ്റ്റ അന്നോട് കിട്ടിക്കാൻ ഈ പാക്ക് വൈപ്പാണ് നമ്മൾ. ഓക്കെ, കാരണം നമുക്ക് സെനിറ്റിന് വേണ്ട. അപ്പോൾ നമ്മുടെ ഇതിൽ വൈപ്പാണ്, കാണികൾക്ക് വൈപ്പല്ല. ഓക്കെ, പക്ഷെ നമുക്ക് വൈപ്പ്, അതുകൊണ്ട് നെസ്റ്റ വേണം. നെസ്റ്റ അഗെയിൻ ലെഫ്റ്റിംഗ് ഫോർവേഡ്. ദീസ് ഗൈസ് ആർ നോട്ട് ഗിവിംഗ് മീ നെസ്റ്റ ബ്രോ. ഓൾറെഡി വി ഗോട്ട് എ ടാർഗറ്റ്. ഓക്കെ, സിദോർഫ് യു ഓൾറെഡി ഗോട്ട്, ബട്ട് വി നീഡ് എ അനദർ ഗൈ. ദാറ്റ് ഗൈസ് നെയിം ഈസ് നെസ്റ്റ. സോ നെസ്റ്റനോടും കിട്ടിയാൽ മാത്രമാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, ബിക്കോസ് അവർ അഫാദ് ബ്രോ നീഡഡ് നെസ്റ്റ ഓൾസോ. ഓക്കെ, സോ അതവിടെ കിടക്കട്ടെ. ഇനി നമുക്കുള്ളത് ഒരു ട്രൈ ആണ്. നമുക്ക് എന്തായാലും 100 വെച്ച് കൊടുക്കാം ആദ്യം. ഓക്കെ, 100 കൊടുക്കാം. നേരത്തെ 100 ഇറക്കിയപ്പോഴേക്ക് ബഫൺ കിട്ടി. അതുപോലെ ഇവിടെ കിട്ടാതിരിക്കാതില്ല. അവിടെ ഫീച്ചേഡ് കിട്ടിയടാ 100-ന്. അടുത്ത 100 അഗൈൻ CMF ആണ് ഈ കാട്ടുവള്ളികൾ. ഓക്കെ, ഒരു 100 കൂടി എടുത്ത് ലാസ്റ്റ് നമുക്ക് 900 നെസ്റ്റ് അടിക്കും. അതാണ് എൻ്റെ വിശ്വാസം ഗൈസ്. അപ്പോൾ ലാസ്റ്റ് സ്പിന്നാട്ടോ ഇത്. നമുക്ക് എന്തായാലും കിട്ടണം. ഓക്കെ, നെസ്റ്റ ആളുകൾ ഓൾറെഡി നെസ്റ്റ ഉണ്ട്, അതാണ് വേറെ കാര്യം. സെനിറ്റ് വേണ്ട. സെനിറ്റ് വേണ്ട. അപ്പോൾ ഗൈസ് നമുക്ക് കൊടുക്കാൻ പോകാം കേട്ടോ. നെസ്റ്റേനെ ഇട്ടേനെ സക്സസ്ഫുൾ പാക്ക് ഓപ്പണിംഗ് ആണ്, അതാണ്. ഓക്കെ, ഈ നെസ്റ്റ് ഒന്നുകൂടി പൊളിക്കുന്നൊക്കെ തോന്നുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ. തന്നില്ലടാ. ഇത്രയും നേരം കൊതിപ്പിച്ച് കിടന്നു കളഞ്ഞല്ലോടാ. പച്ച കത്തിയടാ. നമുക്ക് വേണ്ട ഒച്ച. എന്തായാലും കുഴപ്പമില്ല. സിദോർഫിന് കിട്ടി. നെസ്റ്റ് ആളുടെ ഓൾറെഡി ഉണ്ട്, പക്ഷേ ഈ നെസ്റ്റേനെ വേണമെന്നുണ്ടായിരുന്നു വിളിക്കുക. എന്തായാലും സിദോർഫിന് കിട്ടിയിട്ട് സിദോർഫ് മൂപ്പർക്ക് ഇല്ല. എന്തായാലും സിദോർഫിനെ കിട്ടിയായി. സിദോർഫാണ് നമുക്ക് ഈ പാക്കിലപ്പോൾ കിട്ടിയുള്ളൂ കേട്ടോ. നമുക്ക് എന്തായാലും ട്രെയിൻ ചെയ്യിക്കാൻ പോയിട്ടിനി സിദോർഫിനെ. ഞാളുടെ സ്കോഡ് കാണിച്ചു തരാം. ഇതാണ് ആളുടെ സ്കോഡ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ആൾക്ക് നെസ്റ്റ് ഓൾറെഡി ഈ നെസ്റ്റ് ഉണ്ട്. ഈ നെസ്റ്റ് 28 എത്ര 24 വയസ്സുള്ള 3 വയസ്സ് കൂടുതലാണെന്നുള്ളൂ. അത്ര കളവനൊന്നല്ല. എവിടെ വേർ ദാറ്റ് ഗായ്, വാട്ട് ഈസ് നെയിം? സിദോർഫ് റൈറ്റ്? സിദോർഫ്, ബുഡിയൻ സിദോർഫ്. ജസ്റ്റ് നമുക്ക് ഇവിടെ പുട്ട് ചെയ്യാം. ടെക്കിനെ ഇവിടെ ഇട്ടിട്ട് ലെവൽ ട്രെയിനിങ് അതെല്ലാം ഫുള്ളാണ്. ബൂസ്റ്റർ ക്രാഫ്റ്റിംഗ് ഒരു റാൻഡം കൊടുക്കാൻ. ഇനി അവൻ ആവശ്യമുള്ള അവൻ ഡ്യുവലിംഗ് ആണ് കിട്ടിയിരിക്കണം. ഓക്കെ, ഇറ്റ്സ് നൈസ്. പ്ലെയർ പ്രോഗ്രഷൻ ഓട്ടോ കൊടുക്കാം കേട്ടോ. ഓട്ടോ 99. അപ്പോൾ 105 കിട്ടുന്നുണ്ടാവും. അതെ, 105 സോ സ്റ്റാറ്റ്സ് ഞാൻ കാണിച്ചു തരാം. 26 വയസ്സുള്ള നെസ്റ്റാണ്. അല്ല, നെസ്റ്റ് അല്ല, സിദോർഫാണ്. സിദോർഫ് നെതർലാൻഡ്സ് ആണ്. ACM 2002-3 കാർഡാണ് കേട്ടോ. അപ്പോൾ മിഡ്ഫീൽഡ് എല്ലായിടത്തും കളിക്കും ആൾ. റൈറ്റ് മിഡ്ഫീൽഡ്, ലെഫ്റ്റ് മിഡ്ഫീൽഡ് എല്ലാവരും കളിക്കും. ബോക്സ് ആയിട്ട് തന്നെ. ഇപ്പോൾ പാസിംഗ് വൈസ് നോക്കുമ്പോൾ അടിപൊളി തന്നെയാണ്. ഡ്രിബിളിങ്ങിൽ അത്യാവശ്യം ഉണ്ട്. ഡിഫെൻസീവിൽ പക്കയാണ്. വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും ഇതൊരു അത്ര നമുക്ക് പൊക്കി പറയാൻ പറ്റില്ല. സ്പീഡ് കുഴപ്പമില്ലാത്ത കാർഡ്. ഇറ്റ്സ് ഗുഡ്. സ്കിൽസ് ഉണ്ട് മൂപ്പർക്ക്. പിന്നെ അതാണ് മാസ് റിട്ടേൺ, ഡബിൾ ടച്ച് ഉണ്ട്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഉണ്ട്, എല്ലാം കൊണ്ടും ഉണ്ട് കേട്ടോ മൂപ്പര്. ഇല്ല എന്നല്ല നമ്മൾ പറയണം. എന്നാലും സ്റ്റാറ്റ് വൈസ് നോക്കുമ്പോൾ നമുക്കൊരു മറ്റേ ഫീച്ചേർഡ് കാർഡിലൊക്കെ കിട്ടുന്ന പോലത്തെ സ്റ്റാറ്റ്സാണ് ഇതിലേക്ക് കാണുന്നുള്ളൂ അല്ലേ? നമുക്കിത് കണ്ടോ? ഈ ഡ്രിബിളിങ് സെക്ഷനൊക്കെ കുറച്ച് ഡിഫൻസീവിലൊക്കെ കുറച്ച് കൂട്ടി കൊടുത്തതിനെ സെറ്റായിരിക്കും. പാസിങ് കാര്യങ്ങളൊക്കെ എന്തായാലും ഇപ്പോൾ ഓട്ടോ കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് സ്റ്റാറ്റ്സ് വരുന്നത്. കുഴപ്പമില്ല. അപ്പോൾ ആളുടെ സ്കോഡ് അത്യാവശ്യം കിട്ടില്ല. അഫാദ് ബ്രോഡാണ് ഇത്. നെസ്റ്റ് ഇവനൊക്കെ ഉണ്ട്. വരാനൊക്കെ ഉണ്ട് കേട്ടോ മൂപ്പരയിൽ. വരാൻ, ഫെർഡിനാൻഡ് ഉണ്ട്,
അത്യാവശ്യം എല്ലാ പ്ലേസും ഒക്കെ ഉണ്ട് കേട്ടോ. ഫത് ബ്രോ റിച്ചാണ് കുറച്ച്. ഓക്കെ കണ്ടോ സെൻറ്റർ ഫോർവേഡ് എന്തിട്ട് മഴയോ എൻ്റെ പൊന്നേ എല്ലാം ഉണ്ട്. മൂപ്പരയിൽ അത്യാവശ്യം കാർഡ്സ് ഉണ്ട്. പെല്ലേടെ ഒക്കെ ഉണ്ടോ ഈ കാർഡുകളുണ്ട്. മെസ്സിയുടെ എല്ലാം ഉണ്ട് വന്നിട്ട്. അവന് മെസ്സി ഫാൻ വന്നിട്ടൊക്കെ അസാഡ് കണ്ടോ എല്ലാം ഉണ്ട് മൂപ്പരയിൽ. കാർഡ്സൊക്കെ കുറേ ഉണ്ട്. ആൾ കളക്ടറാണ്, അല്ല കാർഡ് കളക്ടർ. ഓക്കെ മിഡ്ഫീൽഡ് എല്ലാം ഉണ്ട് മൂപ്പരയിൽ. അത്യാവശ്യം കിട്ടലാണ്. RB LB എല്ലാം ഉണ്ടല്ലോ. സെൻറ്റർ ബാക്സ് ഇതാ ഡെസയിലൊക്കെ സബ്ബാ. ഫെറീനസായി ഇതും കൂടി ചെയ്തില്ല, അത്രയും ആവശ്യമില്ല. അതാണ് മെയിനായിട്ട്. ഗോൾ കീപ്പേഴ്സോ അത്യാവശ്യം ഉണ്ടോ, എല്ലാ ഗോൾ കീപ്പേഴ്സും ഉണ്ട്. നമുക്കപ്പോൾ ഇപ്പോഴാണ് ബഫണ കിട്ടിയത്. അപ്പോൾ എന്തായാലും ഗൈസ് സാധനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ എന്തായാലും ഗൈസ് നിങ്ങൾക്ക് ഇതൊന്ന് ആരെ കിട്ടിയെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് കിട്ടോ. അപ്പോൾ ഞാനെന്തായാലും കറക്കണില്ല, നിങ്ങളെന്തായാലും കറക്ക്. കാരണം ഇത് നല്ലൊരു പാക്കാണ്. സിദോർഫ് ആയിക്കോട്ടെ ലാഭമാണ്, നെക്സ്റ്റ് ആണെങ്കിൽ അതിനായിട്ട് ലാഭമാണ്. പക്ഷേ ലെഫ്റ്റ് ബാക്കുള്ള മറ്റേ സെനിറ്റ് അത്രയ്ക്ക് ലാഭം ഞാൻ പറയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കി കണ്ടിട്ടൊക്കെ ഇറക്കിയാൽ മതി. എന്നാലും ഞാൻ ട്രൈ ചെയ്തോ പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച നമുക്ക് ഫ്രീ ട്രൈസും കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എന്തായാലും ഇറക്കാം കേട്ടോ. ഓക്കെ അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ പറയുന്നതൊക്കെയാണ്. വിഷ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ. അതുവരേക്കും ബൈ.